അച്ഛൻ വീടെത്തി. അയ്യോ വലിയ വീടാണ്. അച്ഛൻ സെറ്റപ്പടി മാട്ടോ. നമുക്ക് പെണ്ണിന് അമ്മേനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീട്ടിൽ പോയി. അപ്പൊ നിന്റെ അമ്മയോ? തള്ളേനെ എവിടെ കൊണ്ട് ചാടിക്കളയുന്നു. നിങ്ങൾ ഇറങ്ങി അട്ട പിടിച്ചായിരുന്നു ഇറങ്ങി. ഏത് തേവരാടി? നമസ്കാരം. നമസ്കാരം. പേര് വരൂ. ഏതായി പോവാം. വരൂ വരൂ, ഇരിക്കും. ഓ ശരി, ഞാനൊന്ന് കിടന്നോട്ടെ. എന്നാ ഞാൻ അവളെ വിളിക്കട്ടെ? അല്ല വേണ്ട, ധൃതി വെക്കണ്ട. ചായ കുടിച്ചിട്ടാകാം പെണ്ണ് കാണല്. അല്ലട മോനെ? അവളാ ചായ കൊണ്ടുവരുന്നത്. അന്ന വിളിച്ചോ? അല്ലട മോനെ? അമ്മേ വിളിച്ചോളൂ. യാത്രയൊക്കെ സുഖമായിരുന്നോ? സൂപ്പർ. ഇങ്ങത്താ മോളെ, ഇങ്ങത്താ. അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ. അമ്മാവനിതെങ്ങോട്ടാ? ഓ ഞാനത് മറന്നു. ഇവനൊരു നാണം കുണിക ആയതുകൊണ്ടേ ഇവന്റെ എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യാറ്. അതുപോലല്ലോ കല്യാണ കാര്യം. അത് ശരിയാ. തനിക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? എന്നാ എനിക്ക് സംസാരിക്കാനുണ്ട്. താനൊന്നും ഇങ്ങോട്ട് വന്നേ. എന്ത് സംസാരിക്കാൻ? അതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാടോ. ആ തള്ളേന്ന് പറയാൻ സമയം കിട്ടില്ല. കോട്ടെ അച്ഛാ, ഇപ്പൊ വരട്ടോ. എന്നെ ഇഷ്ടായോ? ഇല്ല. അതെന്താ? എന്ത് പല്ലാടോ തന്റെ? പല്ലിനെന്താ കുഴപ്പം? സൂപ്പർ അല്ലേ? അതാ കുഴപ്പം. എന്തു കുഴപ്പോ? നമ്മൾ എങ്ങനെ കിസ് അടിക്കോടോ? അതിനാ പ്രയാസോ? ഇതാ കണ്ടോ, ചക്കര ഇങ്ങനെ വെക്കൂ. പ്രകാശ് ചേട്ടനാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് അടിച്ചോളൂ. പ്രകാശനോ? ഏത് പ്രകാശ്? KD കമ്പനി കേട്ടിട്ടുണ്ട്? ആ കേട്ടിട്ടുണ്ട്. അവരുടെ അവരുടെ ആരുമല്ല, പക്ഷെ പ്രകാശ് ചേട്ടൻ ഈ നാട്ടിലെ വലിയൊരു കേടിയാ. ആ പ്രകാശ് ചേട്ടൻ നാട്ടിൽ വലിയ കേടിയല്ലേ? കാണിച്ചോട് പഞ്ചകി. അച്ഛാ അച്ഛാ, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. എന്താടാ എന്താണ് പ്രശ്നം? ഓളെ ഞാൻ ഉമ്മ എന്റെ പല്ല് കുത്തി കയറത്രേ. അത് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചാ പോരെ? അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. ഓക്കെ, ഏതൊരു പ്രകാശിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അലക്ക ഏത് അടിക്കളി അടിക്കി നല്ലോണം കൊടുക്ക്. ഇങ്ങനെ എന്താ നോക്കിക്കുന്നത്? ചൂട് ഇനി എന്താണെന്നോ? അച്ഛാ ഓടിച്ചോ, ഇവിടെ എല്ലാവർക്കും ഭ്രാന്താണ്. ഞാൻ വെച്ചിട്ടില്ല. അയ്യോ ഇവനെന്താ ഇവിടെ? സതീശ, നീ ഇന്ന് കാലത്ത് ബാറ്ററി ഇട്ട് മാറ്റി കുടിച്ച ചാരായം പുറത്തു വരും. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുവാ. ഞാൻ നിന്റെ പെങ്ങളെ വളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ കെട്ടിയിരിക്കും. അതിനെങ്ങാനും നീ തടയിടാൻ വന്ന നോക്കണേ. ഇങ്ങോട്ട് വാടി. അതിന് വേദന എടുക്കത്തൊന്നുമില്ല. മര്യാദയ്ക്ക് ഒരച്ച് കഴുകു നീ അങ്ങോട്ട് നിന്ന്. അതെ ഗോപാല, എന്താടോ? ഞാനേ ഒരു സംഗതി കണ്ട് പറഞ്ഞാ വിശ്വസിക്കൂല. പൊരിഞ്ഞടി നമ്മളെ സതീശനെ പാട്ടിന് 5-6 ആൾ അടിച്ച് മരത്തിന് നിലത്തിട്ടിരിക്ക. നമ്മളെ പ്രകാശനാ.
വെള്ളം ഒഴിച്ചേടാ ഒഴി. മതിടാ. ഇതെന്ത് മണ്ടത്തിലായി പറയുന്നത്? ഇവൻ ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവൻ ചെകുത്താ മൂലം വന്ന് സതീശിനിട്ട് അടി കൊടുക്കുന്നത്? ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. ഞാൻ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അവസാനം അപ്പോൾ ഉമ്മയും കൊടുത്തപ്പോ തിരിച്ചു പോന്നേ. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അയ്യോ ഒന്ന് നിർത്ത് എന്റെ പൊന്നോ, ഒന്ന് നിർത്ത്. ഇനി പറഞ്ഞ ബാക്കിയുള്ളവർ കൂടി ഭ്രാന്ത് പിടിപ്പിക്കാം. അപ്പൊ എനിക്ക് ഭ്രാന്താണ് താൻ പറഞ്ഞോട്ടായിരുന്നു. ഉണ്ണിയമ്മേ ഡബിളാ ഡബിള്. അവന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനായിട്ട് എന്തിനെതിരെ നിക്കണേ? എനിക്ക് 100 വട്ടം സമ്മതാ. ഇനി അതിന്റെ പേരും പറഞ്ഞ് ഓരോരോ ചെക്ക നിനക്ക് ആ സൈക്കിളിന്റെ പിന്നിലിരുന്ന് ചവിട്ടി നേരം കൊണ്ട് മുന്നിലിരുന്ന് ചവിട്ടിക്കൂടെ? ഓരോരോ കാട്ടിക്കൂട്ടല്. ഇതെന്തു പട്ടി അൽസേഷൻ പറ്റടാ പോടക്ക സണ്ടി. അതെ ഇപ്പൊ എല്ലാരും വന്നല്ലോ. ഇനി നീ നിന്റെ തീരുമാനം പറഞ്ഞേ. എനിക്ക് പേടിയാ. ഈ പേടിയുള്ളവർ വല്ല പെമ്പിള്ളാരുടെ അടുത്ത് പോയിട്ട് ചുമ്മാ ഇങ്ങനെ വാക്ക് കൊടുക്കൂ. നീ ഓളെ കെട്ടിയില്ലേ? ഓളെ കെട്ടാ 100 ആള് പറയണ്ട. അതെ അതെ, നാട്ടിൽ ആണുങ്ങളില്ലാത്ത പോലെ എന്റെ പറച്ചിൽ കേട്ടത്. എടാ പ്രകാശ, നീ ആ പെണ്ണിന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ അവളെ കെട്ടും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടും. അപ്പൊ എന്തായാലും ഒരു അടിയത്ര ഉറപ്പായി. ഒരു സംശയം വേണ്ട. എടാ നീ എന്തിനാ പേടിക്കുന്നത്? നീ നിന്ന് നിന്നാ മതി. അതിനു പറ്റിയ ആളല്ലേ ആയിരിക്കുന്നത്. ആ കിളവനല്ല ചാത്തൻ. എവിടേക്കാണ് എല്ലാരും കൂടെ? ചെറുത്താമൂലയിലേക്ക്. അമ്മ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചോ. തിരിച്ചു വരുമ്പോ ഞാൻ എന്റെ പെണ്ണുമായിട്ട് വരും. വിളിയടാ പ്രകാശ. ധൈര്യമായിട്ട് വിളിയടാ. കുട്ടിച്ചപ്പൻ നമ്മുടെ കൂടെ നിൽക്കിയല്ലേ. ോ